സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഇല്ല മാഡം 36 പേഷ്യന്റ് ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പെയിൻ ഉണ്ട്. മാഡം ഒന്ന് വന്നിരുന്നെങ്കിൽ. നിങ്ങൾക്കറിയില്ലെങ്കിലും ആളെ കണ്ടുപിടിക്കാം. നിങ്ങൾ വന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ഇടിച്ച വണ്ടിയുടെ നമ്പർ സഹിതം പോലീസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അച്ഛാ ഞാൻ പറയാത്തത്. അവള് മനഃപൂർവ്വം ഇടിച്ചതാ. വിഷ്ണുപ്രിയ. ഇത് തന്നെയല്ലേ വണ്ടി? അതെ സർ. ഞാൻ നാട്ടകം സ്റ്റേഷനിൽ നിന്നാ. തോന്നിയിരുന്നു, വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ എന്തിനാ വന്നതെന്ന് പറയാല്ലേ? അറിയാം. എന്നാ നിന്നെയല്ല, ഈ വണ്ടി ഓടിച്ച പെണ്ണിനെ എനിക്കാണ്ട് ഒന്ന് വിളിച്ചവളെ. സാർ അങ്ങനെ കമാൻഡ് ചെയ്യുന്ന എന്തിനാ? വണ്ടി ഇടിച്ച കേസല്ലേ, അല്ലാതെ ആളെ തല്ലിയൊന്നുമല്ലോ. സാർ അകത്തേക്ക് വാ. നാട്ടകം സ്റ്റേഷനിൽ വന്നപ്പോ ഇവിടുത്തെ സ്റ്റേഷനിൽ അറിയിച്ചില്ലേ?
അല്ല, സമാധാനം പറയുമ്പോ ഒരുപാട് പേരോട് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ പോലീസുകാരെയൊക്കെ കൂട്ടാതെ ഒറ്റയ്ക്ക് അകത്തേക്ക് വന്നാൽ നന്നായിരിക്കും, രണ്ടു കൂട്ടർക്കും. ഇവിടെ നിന്നാ മതി. ശരി സർ. അവൾ ഇവിടെ വന്ന് കയറിയപ്പോഴും ഞാൻ പറഞ്ഞില്ല അച്ഛാ, പുറകെ പോലീസുകാരുണ്ടാവുന്നു. അന്വേഷിച്ചു വരേണ്ടിയിരുന്നില്ല. വിളിപ്പിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. നിങ്ങളല്ലല്ലോ വരേണ്ടത്. ഈ പുറത്ത് കിടക്കുന്ന വണ്ടി ഓടിച്ച പെൺകുട്ടിയതാ. എന്റെ മോളാ. ഇതാണോ മോള്? അതെ. എന്താ പേര്? വിഷ്ണുപ്രിയ. നിങ്ങൾ ഓടിച്ചിരുന്ന വണ്ടിയല്ലേ നാട്ടകത്ത് വെച്ചൊരു സ്ത്രീ അടിച്ചത്? റോഡിലോടുന്ന വണ്ടിയല്ലേ സാർ, ചിലപ്പോ തട്ടും ചിലപ്പോ മുട്ടും. നിങ്ങൾ മനഃപൂർവ്വം ഇടിച്ചതാണെന്നാ പരാതി. നോ, ദാറ്റ് കംപ്ലൈന്റ് ഈസ് ആബ്സല്യൂട്ട്ലി റോങ്. ബ്രേക്കിന്റെ കാര്യമൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോ ചവിട്ടിയാ കിട്ടും, ചിലപ്പോ കിട്ടില്ല. സി, നിങ്ങളെന്നെ ബ്രേക്കിന്റെ പവർ ഒന്നും പഠിപ്പിക്കണ്ട. ഭാഗ്യം കൊണ്ട് ആ സ്ത്രീ പരിക്കുകളോട് രക്ഷപ്പെട്ടത്. മരണപ്പെട്ടിരുന്നെങ്കിലോ? എന്ത് ചെയ്യാൻ? എന്റെ വണ്ടിക്ക് ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ ഒരു റീത്ത് വെക്കും ഞാൻ സ്വന്തം ചെലവില്. ഇതിന് നിന്നെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ഇടിച്ചതാണെന്ന് ഡ്രൈവറുടെ കൃത്യമായ മൊഴിയുണ്ട്. സാറിന് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? ഇവിടെ വെച്ച് പറയാവുന്നത് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല സാർ, ഒരു വണ്ടി എടുത്ത കേസാ. എത്ര ശ്രമിച്ചാലും ശിക്ഷിപ്പിക്കാനൊന്നും പറ്റില്ല. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ആ, അത് മതി. സാർ വരണം, ഒരു കോംപ്രമൈസ്, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വരണം സാർ. പോലീസുകാരോടൊക്കെ കുറച്ച് ശാന്തമായി സംസാരിച്ചുകൂടെ? എന്റെ അച്ഛ, അയാളുടെ മുഖം കണ്ടാൽ അറിയില്ലേ ആർത്തിപ്പണ്ടാരാണെന്ന്. ഒരു സിൻസിയർ പോലീസ് ഓഫീസർ സംസാരിക്കുന്നത് ഈ രീതിയിലൊന്നും അല്ല. ശരിയായിരിക്കും, പക്ഷേ വാക്കുകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കാനുള്ളതാണ്. ഒരു സബ് ഇൻസ്പെക്ടർക്ക് നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഭയന്നിട്ടല്ല. എന്നാലും ചെറിയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. നേർക്കൊലി കടിച്ചാലും മുടങ്ങല്ലേ അത്താഴം. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിച്ചു അല്ലേ? ആ, കുറച്ച് കോംപ്രമൈസ് ആയി അല്ലേ? ആക്കി. അല്ല, ആ ആട്ടോറിക്ഷക്കാരൻ പയ്യന് എന്തെങ്കിലും കൊടുക്കണം. ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കണമെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പൊ ശരി, വണ്ടിയൊക്കെ ശ്രദ്ധിച്ചോടിക്കണം കേട്ടോ. ശരി എന്നാ. ഓ, ഇത് നീർക്കോല് പോലും അല്ല അച്ഛാ. ഞാനുമില്ല, കടിക്കില്ല. കാശിന്റെ മുമ്പിൽ ഇങ്ങനെ അഴയും. സ്വാമി എന്നോട് സത്യം പറഞ്ഞിട്ട് പോ. എന്താ കൃഷ്ണവേണിക്ക് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല ദേവി, കുഴപ്പമൊന്നുമില്ല. ചെറിയ മുറിവേ ഉള്ളൂ എന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞത്. എനിക്കൊരു സമാധാനവും ഇല്ല. വണ്ടി ഇടിച്ചെന്നൊക്കെ പറയുമ്പോ. ഏട്ടത്തിയമ്മ ഇങ്ങനെ പേടിക്കാതെ. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ. നീ ഇനി ഇത് തന്നെ വിചാരിച്ച് ഇവിടെ ഇരിക്കണ്ട. സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യില്ലേ. മുറിവ് ഡ്രസ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടുന്നാ പറഞ്ഞത്. അപ്പൊ നിസ്സാര പരിക്കായിരിക്കും. നിന്നേക്കാൾ ധൈര്യമുണ്ടല്ലോ ഈ കുട്ടിക്ക്. മോളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേട്ടത്തിയേ. വാടാ. ഇനി അവര് തിരിച്ചു വരുന്നവരെ ഏട്ടത്തെ ഇവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാനാണ് ഭാവം? അതെ, അല്ലാതെ അകത്ത് പോയിരുന്നാലും മനസമാധാനം കിട്ടില്ല എനിക്ക്. അവര് വരട്ടെ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. എന്താ മാഷേ, വേണുമോൾക്ക് എന്താ സംഭവിച്ചത്? മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. വേണി, എന്തെങ്കിലും പറ്റിയോ നിനക്ക്? ഒന്നുമില്ല രഘുവേട്ട, ഒന്നും പറ്റിയില്ല. ഏത് വണ്ടിയാ മോളെ ഇടിച്ചത്, അതറിയാവോ? അറിയില്ല. പിന്നെ മനഃപൂർവ്വം ഇടിച്ചാന്ന് പറഞ്ഞത്? അതച്ഛൻ വെറുതെ പറഞ്ഞതാ. ആരാണെന്നൊന്നും അറിയില്ലേ? അറിയില്ല. രഘുവേട്ടന് വെറുതെ പോയി വഴക്കുണ്ടാക്കാനല്ലേ.
ആരാ മോഷേ? ഞാൻ പറയും, ഇവരറിഞ്ഞിരിക്കേണ്ടതാ. വേറെ ആരുമല്ല, അവളാ. മുമ്പ് ഇവിടെ വന്ന് രഘുപതിയെ കുറ്റം പറഞ്ഞ ആ പെങ്കൊച്ച്. ആര്? വിഷ്ണുപ്രിയോ? രഘുവേട്ടാ, ആ കുട്ടി അറിവില്ലാതെ എന്തേലും ചെയ്തതിന് നമ്മൾ ബഹളം വയ്ക്കാനൊന്നും പോകണ്ട. അറിവില്ലാത്ത കൊണ്ടൊന്നും അല്ല, നല്ല അടികൊള്ളാത്തിന്റെ കുഴപ്പമാക്ക്. അച്ഛാ, പിന്നെന്താ? നടു റോഡിൽ വെച്ച് ചീത്ത പറഞ്ഞതും വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചൊക്കെ നല്ല സ്വഭാവം നീ പറയുന്നേ? പോവാം. രഘുവേട്ടാ, ദേ ചുമ്മാ ചെന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചിരുന്നെങ്കിലോ? ശരി വലിയേട്ടാ. മോളെ, ചില കാര്യങ്ങളിൽ അവന്റെ സ്വഭാവം തന്നെയാ നല്ലത്. ഈ അച്ഛൻ എല്ലാ കുഴപ്പം ഉണ്ടാക്കിയത്. ഞാൻ പിന്നെന്താ, എന്റെ മോളെ കൊല്ലാൻ നോക്കി നന്നായി എന്ന് പറഞ്ഞ് ചിരിക്കണോരോ മുമ്പില്. ചിരിക്കാൻ പറ്റിയൊരു മുഖം. എന്തെങ്കിലും വിവരം അറിഞ്ഞു സച്ചു? അപ്പൊ നീ അറിഞ്ഞില്ലായിരുന്നു ഒന്നും? എന്തറിഞ്ഞു? എന്താ? കൃഷ്ണവേണിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. എന്നിട്ട് വല്യേട്ടനും ചെറിയേട്ടനും കൂടി അങ്ങോട്ട് പോയിരിക്കുക. എന്താ എടുത്തി പറയുന്നത്? എങ്ങനെ അപകടം ഉണ്ടായത്? പേടിക്കാൻ പാകത്തിനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഏതോ വണ്ടി ഇടിച്ചതാ. കാര്യമായിട്ടൊന്നും പറ്റിയില്ലെന്നാ പറഞ്ഞത്. എങ്ങനെ ഇവിടെ അറിഞ്ഞത്? അച്യുതൻ സാറ് വിളിച്ചു പറയായിരുന്നു. തുളസി, നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കാം. പോയി നോക്കാം. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. സ്റ്റേഷനിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. വല്യേട്ടനും ചെറിയേട്ടനും പോയിട്ടുണ്ടല്ലോ. എന്നാലും ഞാനൊന്ന് പോയി തിരക്കട്ടെ. ഇവിടെ ഇരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. നീയും കൂടി വാ. വാ. എന്താ ആലോചിക്കുന്നത്? ഏയ്, ആലോചിച്ചല്ല തുളസി, തീരുമാനിച്ചതാ. വല്യേട്ടന്റെ പിറകെ അന്വേഷിച്ചു പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. പിന്നെ എനിക്കെന്താ വട്ടാണോ ഇവന്റെയൊക്കെ പുറകെ പോവാൻ? നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാനിക്കേ. എടോ, കീചകൻ ചത്തിട്ടുണ്ടെങ്കിൽ അത് ഭീമന്റെ കൈകൊണ്ട് തന്നെയാ മരണം. മനസ്സിലായില്ല തനിക്ക്? കൃഷ്ണവേണി ഇടിച്ചു വീഴ്ചിട്ടുണ്ടെങ്കിൽ അത് വിഷ്ണുപ്രിയ തന്നെയാ. അതെങ്ങനെ അറിയാം? ബ്രഹ്മാവ് അറിയാതൊരു ഈച്ച പോലും ജനിക്കില്ല തുളസി. വിഷ്ണുപ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം. കൊല്ലാൻ വേണ്ടി ഇടിച്ചു വീഴ്ചിട്ടുണ്ടാവും. ചത്ത അവളുടെ ഭാഗ്യം. ചത്തില്ലെങ്കിൽ പിന്നെ പന്ത് നമ്മുടെ കോർട്ടിലാ. ഗോൾ അടിക്കുന്നത് നമ്മളായിരിക്കും. അതിനുള്ള പോക്കായത്. അതെങ്ങോട്ടാണ് തെളിച്ചു പറ. നമ്മളിപ്പോ പെണ്ണ് കാണാൻ പോകുന്നു. സാഹചര്യമൊക്കെ ഒത്തുവന്ന രഘുരാമന്റെ തലയ്ക്ക് മുകളിലൂടെ ഒരു പോക്കായിരിക്കും നമ്മള്. വായുവിന് പോലും ഉണ്ടാവില്ല അത്രയും വേഗത. സ്വാമി, എങ്ങനെയുണ്ട് കൃഷ്ണവേണിക്ക്? ഏയ്, ഒരു കുഴപ്പമില്ല. നെറ്റിയിലൊരു ചെറിയ മുറിവ്, അല്ലാതൊന്നും പറ്റിയിട്ടില്ല. എന്നിട്ട് രഘുപതിയുടെ? അവൻ
അവൻ ശേഖരമാമയുടെ വീട് വരെ പോയി. എന്തിന്? വിഷ്ണുപ്രിയയുടെ വണ്ടിയെ അടിച്ചത് മനഃപൂർവ്വം ചെയ്ത അവള്. കാര്യമറിയാൻ പോയതാ അവൻ. രഘുപതിയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, തന്നെ വിട്ടത് എന്തിനാ? മനഃപൂർവ്വം ഞാൻ പോവാത്തത്. രഘുപതിക്ക് വേണ്ടിയിട്ടല്ലേ അവൾ ഈ അക്രമമൊക്കെ ചെയ്യുന്നത്. അപ്പോ അവന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണം അവൾക്കൊരു തല്ല്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. തല്ലിക്കോ, തല്ലിക്കവളല്ലേ പൊട്ടിച്ചു രഘുവേട്ടൻ. എന്നാലും തോൽപ്പിക്കാൻ പറ്റില്ലല്ലേ. കൊല്ലം വേണ്ടി തന്നെ അടിച്ചതാ. അത് രഘുവേട്ടനോട് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോന്നതാണല്ലോ മുമ്പ്. ഇത്തവണ രക്ഷപ്പെട്ടെങ്കിലും ഇനി ഒരു അവസരം വരുന്നത് നോക്കിയിരിക്കും ഞാൻ. ഊണിലും ഉറക്കത്തിലും വരെ കാലനെ പോലെ അവളെ പുറകിലുണ്ടാവും ഞാൻ. അവളെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിനക്ക് എന്ത് ഗുണം കിട്ടാനാ? അതാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അവള് മരിച്ചാലെങ്കിലും രഘുവേട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ഭാര്യയായിട്ടിരിക്കണം എനിക്ക്. അത് ഈ ജന്മത്തിലല്ല, ഇനി ഒരു 7 ജന്മം കഴിഞ്ഞാലും നടക്കില്ല. വഴിയിലൂടെ പോകുന്ന ഏതെങ്കിലും തെരുവ് പെണ്ണിനെ കെട്ടിയാലും നിന്റെ കഴുത്തിൽ താലി വെക്കില്ല ഞാൻ. അതിലും തരത്താണ് പോയി നീ. രഘു, ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട. അന്തസ്സായിട്ട് തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്. തരം താണ് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളാ. അന്തസ്സിന്റെ കാര്യമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ അമ്മായി. ഒരു ഇത്തിരിയെങ്കിലും അന്തസ് ഉണ്ടായിരുന്നെങ്കിൽ മോളെ ഇങ്ങനെ മാനത്ത് കയറാൻ വിടില്ലായിരുന്നു. എന്റെ മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിന് നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല ആരും. ക്ഷണിച്ചാലും വരുന്നില്ല ഞാന്. വരുത്താതിരുന്നാ മതി. വരണം എന്ന് ഞാൻ പറയുന്നില്ല രഘുവേട്ട. ഒന്ന് കഷ്ടപ്പെട്ട് ശ്രമിച്ച നിങ്ങളോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റും എനിക്ക്. പക്ഷെ ഇപ്പം മുതല് നിങ്ങളോട് എനിക്ക് പക തോന്നി തുടങ്ങി. അതിനി മാറണമെങ്കിൽ ഞാൻ മരിക്കണം. എന്നോട് വൈരാഗ്യം വെച്ച് ജീവിച്ചോ നീ. പക്ഷെ ആ പാവം പെണ്ണിനെ ഉപദ്രവിക്കുന്ന എന്തിനാ? അവളെ വെറുതെ വിട്. വിടില്ല രഘുവേട്ട. ഞാൻ ആഗ്രഹിച്ചു ഒന്ന് കയ്യെത്തി പിടിക്കാൻ അവളെ അനുവദിക്കില്ല ഞാൻ. ഒരു കാര്യം തീർത്തു പറയാൻ ഞാൻ. നാഴികയും വിനാഴികയും അളന്നു കുറിച്ച് തിട്ടപ്പെടുത്തുന്ന ആളാ എന്റെ അച്ഛൻ. അതുപോലെ കൃഷ്ണവേണിക്കും മിനിറ്റും മണിക്കൂറും ദിവസങ്ങളും അളന്ന് കണക്കൂട്ടി വെച്ചിരിക്കാൻ ഞാൻ. ഇത്രയും കാലം ഒരു സിമ്പതിയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു നിന്നോട് എനിക്ക്. നീ കാണിക്കുന്നതൊക്കെ ഒരു കുട്ടിക്കളിയായിട്ട് കണ്ടിട്ടുള്ളൂ ഞാൻ. ആ സ്നേഹം വെച്ചിട്ട് ഒരു കാര്യം ഞാനും തീർത്തു പറയാ. സ്വഭാവം മാറ്റിക്കരുതണ്ടേ. സഹികെട്ട കൈയും കാലും തല്ലി ഓടിച്ച് ഞാൻ വിടും. അത്രയ്ക്ക് ധൈര്യം നിനക്ക് എന്നാ അതൊന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല. ഒരടി കിട്ടാനുള്ള അവകാശം അമ്മായിക്കുണ്ട്. മോളെ ഇങ്ങനെ വളർത്തിവിട്ടതിന്. ഞാൻ വളർന്നത് മോശമായിട്ട് തന്നെ രഘുവേട്ടാ. തെരുവ് പെണ്ണിനേക്കാൾ കുറഞ്ഞ എന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറഞ്ഞില്ലേ? അത്രയ്ക്ക് തരം താണ എന്റെ കഴുത്തിൽ താലി വെക്കുന്ന ഒരു സമയം ഉണ്ടായ അന്നീ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കണം. മുല്ലക്കൽ തറവാട്ടുകാർക്ക് അന്തസ്സുണ്ടെങ്കിൽ. എന്താ? സത്യം പറഞ്ഞ നിങ്ങളോട് എനിക്കിപ്പോ ബഹുമാനം തോന്നുക. ഇങ്ങനെ ഒരു സ്വരൂപത്തിനെ പെറ്റു വളർത്തിയാനല്ല, ഇതുപോലൊരെണ്ണത്തിനെ സഹിക്കുന്നതിന്. നകുലിനോട് ഞാൻ പറഞ്ഞതൊക്കെ വെറും വാക്കായിട്ട് തോന്നിയ തുളസിക്ക്? എന്തെങ്കിലും കാര്യമില്ലെങ്കിൽ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. ശരിക്കും കണക്കുകൂട്ടി തന്നെ പറഞ്ഞാണ് ഞാൻ. സീതാലക്ഷ്മിയെ ഞാനങ്ങ് കെട്ടിയാലോ തുളസി? അത് വേണോ? അവളുടെ കൊച്ചിനെ വളർത്തേണ്ടി വരില്ലേ? വളർത്താം. അവന്റെ കൺമുന്നിൽ വെച്ച് തല്ലിയും കൊട്ടിയൊക്കെ അവന്റെ കൊച്ചിനെ ചുമ്മാ കയ്യിലിട്ട് അമ്മാനമാണ് എനിക്ക്. ഒപ്പം കൃഷ്ണവേണിയും കൊണ്ട് രഘുരാമൻ ഈ വീട്ടിലേക്ക് വരുമ്പോ സ്വൈര്യത കിട്ടരുത്. അവന്റെ ജീവിതം തകരുമ്പോ അതിലൂടെ പിടിച്ചു കയറി ഞാൻ. കൂട്ടുകാരിക്ക് കൂട്ടുകാരി ശത്രുവാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കു തുളസി. കൃഷ്ണവേണിക്ക് ശത്രു സീതാലക്ഷ്മി. അവർക്കിടയിൽ
ഒരു കുടുംബം മുഴുവൻ കിടന്ന് ശ്വാസം കിട്ടാതെ പെടയും. ഈ കടലിനെ പേടിയുണ്ടോ തനിക്ക്? ഈ അടുത്തിടെ കുറച്ച് പേടിയുണ്ട്. എപ്പോഴാ സുനാമി വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. വർഷങ്ങളായിട്ട് എനിക്ക് പേടിയായി കടലിനെ. കഴിവതും ഞാൻ വരാറില്ല ഇവിടെ. കർക്കിടകത്തിലെ കറുത്തവാവ് ഒഴിച്ച്. എന്താ കർത്തവാവിന്? അന്ന് എൻ്റെ അച്ഛനെയും അമ്മയും ഈശ്വരൻ പുറത്തിറക്കി വിടുന്ന ദിവസമാ വലിച്ചോറുണ്ണാൻ. ശവം ദഹിപ്പിക്കേണ്ടി വന്നില്ല. തീയിൽ ജീവനോട് ദഹിച്ചാണ് മരിച്ചത്. ആത്മാവിന് ശരീരത്തെ ഉപേക്ഷിക്കേണ്ടി വന്നില്ല. ശരീരം ആത്മാവിനെ ഉപേക്ഷിക്കുക ചെയ്തത്. ശവമടക്കാൻ അച്ഛനും അമ്മയ്ക്കും വേർതിരിച്ച് കുഴിയെടുക്കേണ്ടി വന്നില്ല. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു നിന്ന് കത്തിയാണ് മരിച്ചത്. ശരീരം വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. സച്ചിദാനന്ദ, അവരുടെ മരണം അത്രയ്ക്ക് ഓർമ്മയുണ്ടോ നിനക്ക്? മരിച്ചതല്ലടോ, മുല്ലയ്ക്കലെ പട്ടികളൊക്കെ ചേർത്ത് കൊന്നതാ. വീടിനകത്ത് അടച്ചു പൂട്ടിയിട്ടിട്ട് പെട്രോളും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കൊന്നതാ. ഓരോ വാവനും വന്ന് പിണ്ടച്ചോറ് ഉരുട്ടി വെക്കുമ്പോ കണ്ണീരല്ലടോ, ചോരയാ എന്റെ കണ്ണിൽ നിറയാറ്. പകരം വീട്ടാൻ ദൈവം ആയുസ് നീട്ടിത്തന്ന ആദിത്യവർമ്മയുടെ മുതൽ ആ കൊച്ചു പെണ്ണിന്റെ വരെ 16 അടിയന്തരം ഉണ്ണും സച്ചിദാനന്ദൻ. നകുലിനോട് വെറും വാശിക്ക് പറഞ്ഞല്ല, ഞാനങ്ങ് കെട്ടാൻ പോവാ സീതാലക്ഷ്മിയെ. അവന്റെ കൺമുന്നിലേക്ക് അവളെയും കെട്ടി എഴുന്നള്ളിച്ച് ഞാൻ ചെല്ലുമ്പോ മുതല് അവന്റെ നെഞ്ചിരുന്ന് പൊള്ളും. അത് മനക്കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ഞാൻ. മുല്ലയ്ക്കൽ തറവാട് മൊത്തത്തിലൊന്ന് പിടിച്ചു കുലിക്കുക. പിന്നെ സ്മൂത്തായിരിക്കും എനിക്ക് ലക്ഷ്യത്തിലേക്കുള്ള വഴി.